Hi, welcome back for the next chapter, that is biodiversity and conservation. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് കാര്യമായിട്ട് നോക്കേണ്ടത്? ഒന്ന്, ഏതൊക്കെ ടൈപ്പ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് അറിയണം. ദെൻ ബയോഡൈവേഴ്സിറ്റിയുടെ പാറ്റേൺസ് അറിയണം. ദെൻ ബയോഡൈവേഴ്സിറ്റിയുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്താണെന്നും എങ്ങനെ ബയോഡൈവേഴ്സിറ്റിനെ നമുക്ക് കൺസേർവ് ചെയ്യാനും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത്. ഇതിൽ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ബയോഡൈവേഴ്സിറ്റിയുടെ ടേം പോപ്പുലറൈസ് ചെയ്ത വ്യക്തിനെയാണ്. അദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം, എഡ്വാർഡ് വിൽസൺ. അദ്ദേഹം ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് എല്ലാ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് തന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം, ഏതൊക്കെ ടൈപ്പ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. നമുക്ക് 3 ടൈപ്പ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ഒന്ന് ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റി, ഒന്ന് സ്പീഷീസ് ബയോഡൈവേഴ്സിറ്റി, അതേപോലെ തന്നെ ഒന്ന് എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. 3 തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജീൻ പൂളിലുള്ള അല്ലെ, ജെനറ്റിക് ലെവലിലുള്ള ബയോഡൈവേഴ്സിറ്റി, അതായത് മനുഷ്യൽ തന്നെ വിവിധ നിറത്തിലുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ 50,000 ജെനറ്റിക്കലി ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് നെല്ല് ഇന്ത്യയിലുണ്ട്. ആയിരക്കണക്കിന് വെറൈറ്റി എന്തുണ്ട്, മാങ്ങ ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലേ. അതേസമയം സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താ? സ്പീഷീസ് ലെവലിലുള്ള ബയോഡൈവേഴ്സിറ്റി. അതിനൊരു എക്സാമ്പിൾ നോക്കാം. വെസ്റ്റേൺ ഗാട്സിലാണ് ആംഫീബിയൻ ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ കമ്പയറിംഗ് ടു ദ ഈസ്റ്റേൺ ഗാട്സ്. നമ്മുടെ ഏരിയയാണ് ഈ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത്. അതേസമയം എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താ? ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള എക്കോസിസ്റ്റങ്ങളില്ലേ. ഡെസേർട്ട് എക്കോസിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ഓഷ്യൻ ഉണ്ട്, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള എസ്ട്രോയിസ് ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള എക്കോസിസ്റ്റം വെറൈറ്റീസ് ഇന്ത്യയിലുണ്ട്. അതാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് എന്താ? ഭൂമിയിൽ എത്ര ടൈപ്പ് സ്പീഷീസുകൾ ഉണ്ട് എന്നറിയണ്ടേ? അപ്പൊ ഹൗ മെനി സ്പീഷീസ് ആർ there on earth? നമ്മുടെ IUCN കണക്ക് പ്രകാരം, IUCN ഫുൾ ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണേ. നോക്ക്, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പൊ IUCN 2004 കണക്ക് പ്രകാരം ഏകദേശം 1.5 മില്യൺ സ്പീഷീസ് ആണ് ഭൂമിയിൽ ഏകദേശം ഉള്ളത്. അതിനെ കണ്ടെത്തി ഏകദേശം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ റോബർട്ട് മെയ് എന്താ പറയുന്നത്? ഒരു എസ്റ്റിമേറ്റ് എടുത്തപ്പം റോബർട്ട് മെയ് പറയുന്നത് ഏകദേശം നമ്മുടെ ഭൂമിയിൽ 7 മില്യണോളം ഉണ്ട് എന്നാണ് റോബർട്ട് അങ്കിൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മളത് അംഗീകരിച്ചു. 7 മില്യൺ സ്പീഷീസ് ആണ് ഭൂമിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ബയോഡൈവേഴ്സിറ്റി നോക്കിയാലോ? ഭൂമിയിലെ ബയോഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ആനിമൽ സ്പീഷീസ് ആണോ കൂടുതൽ, അതോ പ്ലാന്റ് സ്പീഷീസ് ആണോ കൂടുതൽ? ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവരുത്. നോക്കൂ, 70% ആനിമൽസ് ആണ്. അതേസമയം ബാക്കിയുള്ള ഫംഗസ് ആയിക്കോട്ടെ, ആൽഗി ആയിക്കോട്ടെ, ആൻജിയോസ്പേം മുതൽ ജിംനോസ്പേം വരെ ബ്രയോഫൈറ്റ്സും എല്ലാം എടുത്താൽ ടെറഡോഫൈറ്റ്സ് അടക്കം 22% മാത്രമേ പ്ലാന്റ്സ് വരുന്നുള്ളൂ. അപ്പൊ ഇവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാ നോക്കണ്ടേ? നമുക്ക് ആനിമൽസിലേക്ക് പോവാം. 70% ആനിമൽസിൽ ഇപ്പൊ ഇൻവെർട്ടിബ്രേറ്റ്സ് നമ്മൾ എടുത്തു. ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതൽ, അതായത് 70%ത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസെക്ട്സ് ആണ്. ഇൻവെർട്ടിബ്രേറ്റ്സിൽ ടോപ്പർ ആരാ? ഇൻസെക്ട്സ് ആണ്. അതായത് ഒരു 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ 7 ആരായിരിക്കും? ഇൻസെക്ട്സ് ആയിരിക്കും. ഇനി വെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ എടുത്താലോ? ഫിഷസ് ആണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി. ഇനി പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ എടുത്താലോ? പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ ആരാ? ഫംഗസ് ആണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആൻജിയോസ്പംസ് ആണ്. അപ്പൊ പ്ലാന്റിന്റെ ഡൈവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ കാണാം. ഇനി നമ്മൾ അറിയേണ്ടത് നോക്ക്, പാറ്റേൺസ് ഓഫ് ഡൈവേഴ്സിറ്റി ആണ്. അതാണ് നമ്മുടെ രണ്ടാമത്തത്. അപ്പൊ അതിൽ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റും ഉണ്ട്, അതേപോലെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും ഉണ്ട്. അതിൽ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റിൽ എന്താ നമ്മൾ പഠിച്ചത്? ലാറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഇക്വേറ്ററിലേക്ക്, അതായത് ട്രോപ്പിക്കൽ ഏരിയയിലേക്ക് വരുമ്പം ഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കും. അതേസമയം പോളാർ റീജിയൻ, ടെമ്പറേറ്റ് സോണിലേക്ക് മുകളിലോട്ട് പോകുന്തോറും ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതാണ് ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയന്റ്. അപ്പൊ ട്രോപ്പിക്കൽ റീജിയനിൽ എന്തുകൊണ്ടാണ് ഡൈവേഴ്സിറ്റി ഇത്രയും കൂടാനുള്ള റീസൺ എന്താ? കാരണം ട്രോപ്പിക്കൽ റീജിയൻ അൺടച്ചബിൾ ആണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട്. അതേപോലെ തന്നെ ഇവിടെ ലെസ് സീസണിലാണ്, ഒരുപാട് വേരിയേഷൻസ് ഇല്ല സീസൺസിൽ. അതേപോലെ തന്നെ ട്രോപ്പിക്കൽ റീജിയനിൽ നന്നായിട്ട് സോളാർ ലൈറ്റ്, അല്ലേ, ലൈറ്റ്, സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന ഈ ട്രോപ്പിക്കൽ റീജിയനിലാണ്.
കമ്പയറിംഗ് ടു ദ എവിടെ ടെമ്പറേറ്റ് റീജിയൻസിനേക്കാളും. അപ്പോൾ ഇനി രണ്ടാമത്തെ ഏതാ നോക്കേണ്ടത്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് അല്ലേ? അത് കൊണ്ടുവന്ന ആരാ? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് അല്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താ? ഏരിയ കൂടുന്തോറും സ്പീഷീസിന്റെ ഏരിയ കൂടുന്തോറും സ്പീഷീസിന്റെ റിച്ച്നെസ് കൂടും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഒരു ലിമിറ്റ് വരെ, ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കൂടിയാലും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുന്നു പറഞ്ഞോ? ഇല്ല. അദ്ദേഹത്തിന് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള കിട്ടി. എന്നിട്ട് അദ്ദേഹം ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയില്ലേ? സ്പീഷീസ് റിച്ച്നെസ് ഇസ് ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു എ റേസ് ടു സെഡ്. ഇതൊരു ലോഗരിതമിക് ഫാഷനിലേക്ക് മാറിയാലോ? ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. അത് നമ്മൾ ഇക്വേഷൻ ആയിട്ട് എടുത്താൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആവുന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിൽ ഓരോന്നിന്റെയും ഇക്വേഷൻ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലോഗരിതമിക് വാല്യൂലേക്ക് മാറ്റുമ്പോൾ അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് എന്താ? സ്പീഷീസ് റിച്ച്നെസ് ആണ്. എ എന്ന് പറയുന്നത് എന്താ? ഏരിയ ആണ്. സെഡ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോയിഫിഷ്യന്റ് ആണ്, ആ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ്. സി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ് ആണ്. അതിൽ നമ്മൾ ആ സെഡിന്റെ വാല്യൂ എടുത്താൽ ഏത് ഏരിയ ആയിക്കോട്ടെ, ഏത് ടാക്സോണമിക് ഏരിയ ആയിക്കോട്ടെ, റീഗാർഡ്ലെസ് ഓഫ് ദ റീജിയൻ, അതിന്റെ വാല്യൂ 0.1-ന്റെയും 0.2-ന്റെയും ഇടയ്ക്കായിരിക്കും. അതേസമയം ഒരു വലിയ കോണ്ടിനെന്റ് എടുക്കുകയാണെങ്കിലോ സെഡിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, 0.6 to 1.2 എത്തും. ഓക്കെ, അപ്പൊ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും അതേപോലെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റും ആണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിന്റെ പാറ്റേണിനെ കുറിച്ച് പഠിക്കുമ്പോൾ. ഇനി നമ്മൾ പഠിക്കേണ്ടത് ബയോഡൈവേഴ്സിറ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പൊ ബയോഡൈവേഴ്സിറ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഡൈവേഴ്സിറ്റി കൂടുന്തോറും ആ കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആയിട്ട് നിൽക്കും എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയുടെ സവിശേഷത എന്താ? ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എപ്പോഴും നമുക്ക് ഒരുപാട് വേരിയേഷൻസ് കാണിക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, അത് റെസിസ്റ്റന്റ് ആയിരിക്കും, ഒക്കേഷണൽ നാച്ചുറൽ ആയിട്ടുള്ള എന്ത് പ്രതിസന്ധികളോടും അത് പിടിച്ചു നിൽക്കും. ഓക്കെ, അതേപോലെ തന്നെ പുറമേൽ നിന്നും വരത്തന്മാർ ഏലിയൻ സ്പീഷീസിന് ഇൻവെൻഷൻ ഉണ്ടെങ്കിലും അതിനോടൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് 2 എക്സ്പെരിമെന്റ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ലേ? ഏതൊക്കെയായിരുന്നു 2 എക്സ്പെരിമെന്റ്? ഡേവിഡ് തിൽമാന്റെ എക്സ്പെരിമെന്റും അതേപോലെ തന്നെ റിവറ്റ് പോപ്പറ്റ് ഹൈപ്പോത്തസിസും. അതിൽ ഡേവിഡ് തിൽമാൻ എക്സ്പെരിമെന്റ് എന്താ പറഞ്ഞ? ഔട്ട്ഡോർ എക്സ്പെരിമെന്റ് വഴി, അതായത് സ്പീഷീസിന്റെ റിച്ച്നെസ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? വേരിയേഷൻ കുറയുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ലെസ് വേരിയേഷൻ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ സ്പീഷീസ് റിച്ച്നെസ് കൂടുന്തോറും വേരിയേഷൻസ് കുറഞ്ഞു വരും. അതേസമയം റിവർ പോപ്പറ്റ് ഹൈപ്പോത്തസിസിൽ പോൾ എർലിക് അങ്കിൾ എന്താ പറഞ്ഞത്? അദ്ദേഹം ഒരു എക്കോസിസ്റ്റത്തെ ഒരു എയർപ്ലെയിനോട് കമ്പാരിസൺ നടത്തി. എന്നിട്ട് ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫങ്ഷനിങ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിന്റെ സേഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്തു. ഈ എയറോപ്ലെയിനിന്റെ ഉള്ളിലുള്ള സീറ്റിൽ നിന്നും ഓരോ സ്ക്രൂ, അതിനെയല്ലേ റിബറ്റ് പോപ്പിംഗ് എന്ന് പറയുന്ന, ഓരോ സ്ക്രൂ ഊരുന്നതനുസരിച്ച് ഓരോ സ്പീഷീസ് വെച്ച് നഷ്ടപ്പെടുമെന്നും ഓരോ സ്പീഷീസ് വെച്ച് നഷ്ടപ്പെടുന്നതനുസരിച്ച് അത് എന്ത് സംഭവിക്കും? എക്കോസിസ്റ്റത്തിനെ തുടക്കത്തിൽ ബാധിച്ചില്ലെങ്കിലും പിന്നീട് സാരമായിട്ട് ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള കീസ്റ്റോൺ സ്പീഷീസ്, അതിനെ അദ്ദേഹം കമ്പയർ ചെയ്ത ഏതാ? എയറോപ്ലെയിന്റെ ചിറകളിലുള്ള ആ മെയിൻ സ്ക്രൂ അല്ലേ, അത് ഊരിക്കഴിഞ്ഞാൽ അത് കീസ്റ്റോൺ സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ കീസ്റ്റോൺ സ്പീഷീസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ എക്കോസിസ്റ്റം നശിക്കുമെന്ന് ഏതിലൂടെ? ഈ റിവറ്റ് പോപ്പറ്റ് ഹൈപ്പോത്തസിസിലൂടെ ആര് കാണിച്ചു തന്നു? പോൾ എർലിക് അങ്കിൾ കാണിച്ചു തന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട ഏതാ? ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ്, ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടങ്ങളെ കുറിച്ച്. നമുക്കറിയാം കഴിഞ്ഞ 500 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 784 സ്പീഷീസ് ആണ് നമുക്ക് നഷ്ടം വരുന്നത്. അതിൽ വേർട്ടിബ്രേറ്റിന്റെ കണക്കെടുത്രയും ചോദിച്ചാൽ 338ഉം അതേപോലെ തന്നെ ഇൻവേർട്ടിബ്രേറ്റ് 359ഉം പ്ലാന്റ് സ്പീഷീസ് 87ഉം. ചുരുക്കി പറഞ്ഞാൽ 784 സ്പീഷീസ് ആണ് പ്ലാന്റ്സും ആനിമൽസും ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ ഒന്ന് പരിചയപ്പെടേണ്ടേ? വേണം. അതിൽ ഡോഡോമോള് മൗറീഷ്യസിൽ നിന്ന് നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ ക്വാഗ ആഫ്രിക്കയിൽ നിന്ന് നഷ്ടപ്പെട്ടു, തൈലാസിൻ ഓസ്ട്രേലിയയിൽ നിന്നും എന്ത് സംഭവിച്ചു? എക്സ്റ്റിങ്ക്റ്റ് ആയി. അതേപോലെ തന്നെ റഷ്യയിൽ നിന്നും സ്റ്റെല്ല സീക്കൗ എക്സ്റ്റിങ്ക്റ്റ് ആയി. ഇതിലൊരു 3 സബ് സ്പീഷീസ് ഓഫ് ടൈഗർ ഉണ്ട്. ഏതൊക്കെയാ ടൈഗർ സ്പീഷീസ്? ഒന്ന് ബാലി ടൈഗർ, ജാവൻ ടൈഗർ, കാസ്പിയൻ ടൈഗർ. ഇവരും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പഠിക്കേണ്ടത് ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടം സംഭവിക്കുമ്പം നമുക്കുണ്ടാവുന്ന എഫക്റ്റുകളെ കുറിച്ചാണ്. അപ്പൊ എഫക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് എന്താ?
ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ. ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്ന അനുസരിച്ച് പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ ആണ് നഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ എൻവയൺമെന്റിലേക്ക് വരുന്ന പ്രൊട്ടുംബ്രൻസസ്, അതായത് പെർട്ടുർബേഷൻസ് സച്ച് ആസ് ഡ്രോട്ട്, വളർച്ചയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിനോട് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അതേപോലെ തന്നെ നോക്ക്, എക്കോസിസ്റ്റം പ്രോസസ് സച്ച് ആസ് പ്രൊഡക്ടിവിറ്റി, വാട്ടറിന്റെ യൂസ്, ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്ന പറയുന്നത്. അപ്പൊ ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടത്തിനനുസരിച്ച് നമുക്കുണ്ടാവുന്ന എഫക്റ്റ് നോക്കുമൊക്കെ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു, എൻവയൺമെന്റൽ ചേഞ്ചസിനോട് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു, എക്കോസിസ്റ്റത്തിൽ സാരമായ മാറ്റങ്ങൾ നേരിടാൻ തുടങ്ങുന്നു. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ എഫക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കേണ്ട എന്താ? ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടത്തിന്റെ കാരണങ്ങൾ എന്താണ്? ആ കാരണങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ സാത്താന്റെ കോട്ടറ്റിനെ കുറിച്ച് അറിയണം, തിന്മയുടെ കോട്ടറ്റിനെ കുറിച്ച് അറിയണം. 4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ. ഒന്ന്, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. നമ്മുടെ നാട്ടിലെ ഹാബിറ്റാറ്റ്, നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ നശിപ്പിച്ച് അത് എന്ത് സംഭവിച്ചു? ബയോഡൈവേഴ്സിറ്റിയെ നശിപ്പിച്ചു. അതേപോലെ തന്നെ അമിതമായ ചൂഷണം, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ദെൻ ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ, പുറമേന്ന് പുതിയ പുതിയ സ്പീഷീസ് വന്ന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്പീഷീസ് നഷ്ടപ്പെടുന്നു. കോ എക്സ്റ്റിങ്ഷൻ, ഒരു സ്പീഷീസ് നഷ്ടപ്പെട്ടാൽ അതിനോട് ആശ്രയിച്ചിരിക്കുന്ന ബാക്കിയുള്ള സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന ഒരു പ്രതിഭാസം. അതിൽ ഏറ്റവും ആദ്യത്തെ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ നോക്കുമൊക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ്. അതായത് ഈവിൾ കോട്ടറ്റിൽ ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ഏതാ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ്. ആ ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയുന്നത് നാച്ചുറൽ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്ന അനുസരിച്ച് സ്പീഷീസ് സ്ലോലി എന്ത് സംഭവിക്കും? എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടുവരും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഭൂമിയിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ എക്സാമ്പിൾ എടുക്കുക. 14% ഉണ്ടായിരുന്ന ഭൂമിയിലെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകൾ ഇപ്പൊ ഏകദേശം 6% എത്തി. ഇനി ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളുടെ അവസ്ഥ എന്താ? മില്യൺസ് ഓഫ് സ്പീഷീസ് അവിടെ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താ? സോയാബീൻസിന്റെ കൾട്ടിവേഷനും അതേപോലെ തന്നെ ഈ ബീഫ് കാറ്റലിന്റെ ഗ്രേസിംഗ് വഴി ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിലും വംശനാശത്തിന്റെ ഭീഷണിയിലാണ്. ഇനി നോക്ക്, ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ നോക്ക്. ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്ന ചെറിയ കഷ്ണങ്ങളായിട്ട്, ഫ്രാഗ്മെന്റ്സ് ആയിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. എന്താ സംഭവിക്കുക? അതിൽ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, മാമൽസും ബേർഡ്സും ലാർജ് ടെറിട്ടറി വേണം. ഇങ്ങനെ ചെറിയ ഘടകങ്ങളായിട്ട് പോകുന്നുണ്ട്, അവർ എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ബേർഡ്സിന്റെ കേസ്. അതേപോലെ തന്നെ മൈഗ്രേറ്ററി ബേർഡ്സ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴാണ്. അതൊക്കെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? കൂട്ടത്തോടെ അതിന്റെ എക്സ്റ്റിങ്ഷൻ ആണ്. രണ്ടാമത്തെ നോക്ക്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായ ചൂഷണമാണ്. മനുഷ്യന്റെ അത്യാർത്തി മൂലം അമിതമായ ചൂഷണം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഓക്കെ, കഴിഞ്ഞ 500 വർഷം കൊണ്ട് നമ്മൾ പഠിച്ചു 784 സ്പീഷീസ്. അതിൽപ്പെട്ട 2 എക്സാമ്പിൾ നോക്ക്, സ്റ്റെല്ല സീ കൗ ഫ്രം റഷ്യ ആൻഡ് സഞ്ചാരി പ്രാവുകൾ എന്നറിയപ്പെടുന്ന പാസഞ്ചർ പീജിയൻ. അതേപോലെ തന്നെ മക്കളെ അടുത്ത് നോക്ക്, ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ. പുറമേന്ന് സ്പീഷീസുകൾ വന്ന് അവിടെ ഉണ്ടായിരുന്ന എക്സ്റ്റിങ്ക്റ്റിംഗ് സ്പീഷീസുകളെ നഷ്ടപ്പെടുന്ന കഥകളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നൈൽ പേർച്ച്. നോക്ക്, ആഫ്രിക്കയിലെ ലേക്ക് വിക്ടോറിയയിലേക്ക് വന്ന നൈൽ പേർച്ച് എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്ന 200-ലധികം സീക്ലെറ്റ് ഫിഷിനെ ഒറ്റയടിക്കാണ് നശിപ്പിച്ചത്. ഇവനാണ് മക്കളെ ആള്. ഈ നൈൽ പേർച്ച് എവിടുന്നാ വന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് കൊണ്ടുവന്ന ഈ നൈൽ പേർച്ചിന് എന്ത് സംഭവിച്ചു? ഇവനൊന്നും സംഭവിച്ചില്ല. ആ വിക്ടോറിയ തടാകത്തിൽ ഉണ്ടായിരുന്ന 200-ലധികം സീക്രെറ്റ് ഫിഷുകളുടെ നാശത്തിന് കാരണമായി. അതേപോലെ തന്നെ നോക്ക്, മറ്റൊരു എക്സാമ്പിൾ നോക്ക്, ഇൻവാസീവ് വീഡ് സ്പീഷീസ്. ഇന്ത്യയിലേക്ക് വന്ന ഈ കളകളെ കുറിച്ചുള്ള കേസുകൾ നോക്ക്. നമ്മൾ ക്യാരറ്റ് ഗ്രാസ് എന്ന് വിളിക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിക്കുന്ന പാർത്തീന്യത്തെ കുറിച്ച്. കളകളാണ് മറ്റുള്ള ചെടികളെ നശിപ്പിക്കും. ലെന്റാന, അരിപ്പൂവ്, അതേപോലെ തന്നെ വാട്ടർ ഹയാസിന്ത്, കൊളവാഴ വെള്ളത്തിലെ ഓക്സിജൻ അളവിനെ കുറയ്ക്കുന്നു. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. ആ ആഫ്രിക്കൻ കാറ്റ്ഫിഷിന്റെ പേര് അറിഞ്ഞിരിക്കണം, ഗ്ലാരിയാസ് ഗാരിപൈനസ്. ഓക്കെ, ഇവൻ എന്ത് സംഭവിച്ചു? ഇവൻ വന്നോട് കൂടിയിട്ട് നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കുളങ്ങളിലും നമ്മുടെ നദികളിലുള്ള ഒരുപാട് മത്സ്യസമ്പത്തിനെ ഇവൻ തന്നെ നശിപ്പിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്മൾ പഠിച്ചു. നാലാമത്തത് കോ എക്സ്റ്റിങ്ഷൻ ആണ്. ഒരു സ്പീഷീസ് നഷ്ടപ്പെട്ടാൽ അതിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റൊരു സ്പീഷീസ് കൂടെ നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് യൂക്കാ ചെടിയും അതേപോലെ മോത്തിന്റെ എക്സാമ്പിളും.
മോത്ത് നശാൽ യൂക്കാ ചെടി പോളിനേറ്റ് ചെയ്യാൻ ആരുമില്ലാതെ യൂക്കാ ചെടി നഷ്ടപ്പെടുകയാണ്. ഓക്കെ, സോ വെൻ എ ഹോസ്റ്റ് ഫിഷ് സ്പീഷീസ്, മത്സ്യം എക്സ്റ്റിങ്ക്ട് ചെയ്താലും അതിനെ ആശ്രയിച്ച് കഴിയുന്ന പാരസൈറ്റ്സും അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. അപ്പൊ കോ എക്സ്റ്റിങ്ഷന്റെ കേസും കൃത്യമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസത്തിന്റെ കേസിലും ഇതേ അവസ്ഥയല്ലേ? ആ പ്ലാന്റ് നഷ്ടപ്പെടുന്നതനുസരിച്ച് അതിനെ ആശ്രയിക്കുന്ന പോളിനേറ്ററും അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏത് സ്പീഷീസ് ആണോ അതും നഷ്ടപ്പെടുകയാണ്. അതാണ് കോ എക്സ്റ്റിങ്ഷൻ. അപ്പൊ 4 കാര്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റിയുടെ നാശത്തിന് കാരണമാവുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ ആണ്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കൺസർവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. റീസൺസ് ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഏതൊക്കെയാ? 3 ഒന്ന്, നാരോ യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്, ഇടുങ്ങിയ, അതായത് നമുക്ക് മരുന്നുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ചെടികളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ നാരോ യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, അതേപോലെ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ് എന്താ? ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഭൂമിദേവി നമുക്ക് തരുന്ന ഓക്സിജൻ, അതേപോലെ തന്നെ പ്ലാന്റിന്റെ പോളിനേഷൻ, ഇതൊക്കെ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ് ആണ്. നാരോയിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആവശ്യം, മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബേസിക് നീഡ്സ്, അതല്ലേ നാരോ യൂട്ടിലിറ്റേറിയൻ. എത്തിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവി സമ്പത്തിനും കൂടി അവകാശപ്പെട്ടതാണ് നമ്മുടെ എക്കോസിസ്റ്റം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നതാണ് എത്തിക്കൽ ആർഗ്യുമെന്റ്. അങ്ങനെയെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഏതൊക്കെ രീതിയിൽ കൺസേർവ് ചെയ്യാം? 2 രീതിയിൽ കൺസേർവ് ചെയ്യാം എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ നോക്ക്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നോക്ക് നമ്മുടെ ജൈവ സമ്പത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാനും കൺസേർവ് ചെയ്യാനും. അപ്പൊ 2 മെത്തേഡ്സിലൂടെയാണ്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഒന്ന് എക്സിറ്റു കൺസർവേഷൻ ഉണ്ട്. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് എന്താ? ജീവികളെ അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നമ്മൾ കൺസേർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസിറ്റു കൺസർവേഷൻ. അതേസമയം എക്സിറ്റു കൺസർവേഷൻ എന്താ? ജീവികളെ ആ നാച്ചുറൽ ഹാബിറ്റിന് പുറത്തെത്തിച്ച ശേഷം നമ്മൾ സുവോളജിക്കൽ പാർക്കിലോ ബൊട്ടാണിക്കൽ ഗാർഡനിലോ കൺസേർവ് ചെയ്യുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു അതിന്റെ നാച്ചുറൽ ഉള്ളിൽ തന്നെ, എക്സിറ്റു പുറത്ത്. അതിൽ ആ ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിളുകൾ നോക്ക്. ഇനി നമ്മൾ ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിളുകൾ ഒന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചാണ്. ത്രെറ്റൻഡ് ആയിട്ടുള്ള അഥവാ എക്സ്റ്റിങ്ഷന്റെ വക്കിലേക്ക് പോകുന്ന സ്പീഷീസുകളെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ നോക്ക്, നമ്പർ ഓഫ് സ്പീഷീസ് ഫേസിംഗ് എക്സ്റ്റിങ്ഷൻ ഫാർ എക്സീഡ്സ് ദ കൺസർവേഷൻ റിസോഴ്സസ്. ഇപ്പൊ റിസോഴ്സുകളെക്കാളും നമ്മൾ നിലവിലുള്ള റിസോഴ്സുകളെക്കാളും കൂടുതൽ എക്സ്റ്റിങ്ഷന്റെ വക്കിലേക്ക് പോവാണ്. അപ്പൊ അതിനെ കൺസേർവ് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പൊ അതിലൂടെ നമുക്ക് പറ്റാവുന്ന മാക്സിമം നമ്പർ ഓഫ് സ്പീഷീസിനെ നമ്മൾ കൺസേർവ് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ ഇൻസിറ്റു കൺസർവേഷന്റെ മറ്റ് എക്സാമ്പിളുകൾ കൂടെ നോക്കണ്ടേ? ഇന്ത്യയിൽ ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിളുകളിൽ നമ്പർ വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ്. ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട് എന്ന് നമ്മൾ അറിയണം. 14 ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട്. നാഷണൽ പാർക്കിന്റെ എണ്ണം 90 ആണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി, വന്യജീവി ഉദ്യാനങ്ങൾ 448 ഉണ്ട്. സേക്രഡ് ഗ്രൂവുകൾ എന്ന് പറഞ്ഞാൽ കാവുകളാണ്. ഇന്ത്യയിലെ കാവുകളുടെ എക്സാമ്പിളുകൾ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ആ കാവുകളിൽ ഒന്ന് ഖാസി ആൻഡ് ജെയിൻഷ്യ ഹിൽസ് ഓഫ് മേഘാലയ, ഇത് ഓർത്തിരിക്കാനായിട്ട് പറ്റണം. രണ്ടാമത്തത് അരാവലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, അതും നമ്മുടെ മനസ്സിലുണ്ടാവണം. മൂന്നാമത്തതൊക്കെ വെസ്റ്റേൺ ഗാട്സ് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര. നാലാമത്തതോ സർഗുജ്, ചന്ദ ആൻഡ് ബസ്ത റീജിയൻസ് ഓഫ് മധ്യപ്രദേശ്. ഇതെല്ലാം സേക്രഡ് ഗ്രൂവ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിളിന് കീഴിലാണ് വരുന്നത്? ഇൻസിറ്റു കൺസർവേഷന്റെ കീഴിലാണ് വരുന്നത്. ഒന്ന് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസും സേക്രഡ് ഗ്രൂവ്സും. ഇനി നമ്മൾ എക്സിറ്റു കൺസർവേഷനിലേക്ക് നോക്കാം. എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാ? സുവോളജിക്കൽ പാർക്ക് ഉണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് സഫാരി പാർക്സ് ഉണ്ട്, വന്യജീവി സംരക്ഷണ കേന്ദ്രം. ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത് സീഡും എംബ്രിയും ഒക്കെ
നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ക്രയോ പ്രിസർവേഷൻ. സീഡ് സ്റ്റോർ ചെയ്യുന്നു, ജീൻ ബാങ്ക്, ഇതൊക്കെ എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കൺസർവേഷന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളിൽ എല്ലാവരും കൂടെ സമ്മേളിച്ച 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. കൺവെൻഷൻ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അത് ഏതൊക്കെയാന്ന് നോക്ക്. ഒന്ന് എർത്ത് സമിറ്റ് ഉണ്ട് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ 1992 ലോകരാജ്യങ്ങൾ എല്ലാവരും കൂടെ സമ്മേളിച്ച് എന്തിനു വേണ്ടിയിട്ട്? കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ. അതിനുവേണ്ടി ലോകരാജ്യങ്ങൾ സമ്മേളിച്ച ആ എർത്ത് സമിറ്റ് 1992 ആദ്യത്തെ. രണ്ടാമത്തെ നോക്ക് വേൾഡ് സമിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതെവിടെയാണ് നടന്നത് നോക്ക്. 2002 ജോഹന്നാസ്ബർഗിൽ വെച്ച്, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് നടന്ന വേൾഡ് സമിറ്റ് നടന്നത്. എന്തിനു വേണ്ടി? ഈ ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റിയിൽ നമ്മൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. നമ്മളൊരു ക്വിക്ക് ആയിട്ട് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയില്ലേ? ഓക്കെ, സോ താങ്ക് യു, ബൈ.